നിങ്ങൾക്കറിയുമോ, ഇന്നും റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ജനിക്കുമ്പോഴേ എയ്ഡ്സായി ജനിക്കുന്ന കുട്ടികൾ, അവര് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ജീവിക്കുന്ന വലിയവർ ചെയ്യുന്ന തെറ്റിന്റെ വിപത്ത് വ്യാപകമായി വന്നുപോയതാണ്. ജന്മനാ ക്യാൻസറായി ജനിക്കുന്നവരില്ലേ, റബ്ബിന്റെ പരീക്ഷണമാണ്. ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണം. അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കണേ. അതാണ് താവൂസ് ബിൻ അബ്ദുല്ലാഹി ഭരണാധികാരിയോട് പറയുകയാണ്, മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണേ അള്ളാഹുവിനെ ഓർത്ത്. അപ്പൊ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ ദീനിന് എതിരായി വല്ലതും പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുവാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചു കൊള്ളണം. അറിയുമോ, സഈദ് ബിനുൽ മുസയ്യബ് തങ്ങളെ അറിയുമോ? ആരാണ് 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച മഹാനാണ്. ആഖാ കി സനാ ഖവാനി ദർ അസ്ൽ ഇബാദത്ത് ഹേ, महबूब की महफिल को महबूब सजाते हैं, आते हैं वही जिनको सरकार बुलाते हैं. आका की सना ख़वानी दर असल इबादत है, हम नात की सूरत में कुरान सुनाते हैं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളുടെ മഹനീയ ഭാവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാനായ ബഹുമാനപ്പെട്ട താബിഈങ്ങളുടെ നേതാക്കളിൽ ഒരാളായ സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക്, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക്, ഈ വഴി മാത്രമേ അറിയൂ. അങ്ങനെയുള്ള മഹാനാണ് സഈദ് ബിനുൽ മുസയ്യബ് തങ്ങൾ. സഈദ് ബിനുൽ മുസയ്യബ് തങ്ങൾക്ക് നല്ല സുന്ദരിയായൊരു മോളുണ്ട്. ആ മോള് വലിയ ബുദ്ധിമതിയാണ്. ഇന്ന് നമ്മുടെ പെമ്മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ നമ്മൾ വളരെ പിന്നിലാണ്. എന്നാൽ സഈദ് ബിനുൽ മുസയ്യബ് തങ്ങളുടെ മകളോ, കല്യാണം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പുതിയാപ്പള പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാപ്പാടെ ദർസിൽ പോയി കിതാബ് ഓതട്ടേന്ന്. അപ്പൊ മോള് ചോദിച്ചു, എവിടെ പോവാ? നിങ്ങളുടെ വാപ്പ സഈദ് ബിൻ മുസയ്യബ് തങ്ങളുടെ ദർസിൽ പോയി ഓതാൻ പോവാണ്. ഉടനെ പറഞ്ഞു, അല്ലിമുക ഇൽമ സഈദ്, എന്റെ വാപ്പ ഇന്ന് ഓതിത്തരുന്ന പാഠം ഞാൻ പറഞ്ഞു തരാം, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വലിയ വിജ്ഞാനത്തിന്റെ ഉടമയായിരുന്നു സഈദ് ബിൻ മുസയ്യബ് തങ്ങളുടെ മകൾ. അതുപോലെയാണ് മാലിക് ഇമാം തങ്ങളുടെ മകൾ. മാലിക് ഇമാം തങ്ങൾ മുവത്ത എന്ന കിതാബ് ഓതി കൊടുക്കുമ്പോൾ വലിയ മുത്തഅല്ലിമീങ്ങളാണ് ഇപ്പുറത്തുള്ളത്. ഒരു ഹദീസിന്റെ പരമ്പരയെങ്ങാനും മാറിപ്പോയാൽ കർട്ടന്റെ പിന്നിൽ ഇരിക്കുന്ന ബോർഡിൽ ഇങ്ങനെ മോള് തട്ടും, വാപ്പാ സനത് തെറ്റിപ്പോയെന്നറിയിക്കാൻ. അപ്പ വാപ്പ പറയും, ഇത് അലയ്യ, ഒന്നുകൂടി ഒന്ന് വായിച്ചേന്ന് പറയും. അങ്ങനെ അത്രയും വലിയ പണ്ഡിതയായിരുന്നു മാലിക് ഇമാമിന്റെ മകൾ. അങ്ങനെയാണ് ലോകത്തുള്ള ഈമാനിന്റെ ആളുകൾ. അവരുടെ പെൺമക്കൾക്ക് ഇൽമ പഠിപ്പിക്കുന്നതിൽ അമാന്തം കാണിക്കാത്തവരാണ്. ഔറംഗസീബ് ആലംഗീർ എന്ന ഭരണാധികാരി അറിയില്ലേ? അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ മകൾ പരിശുദ്ധമായ ഖുർആനിന് ഉറുദുവിൽ തഫ്സീർ എഴുതിയ മഹദിയായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഔറംഗസീബ് ആലംഗീറിന്റെ മകൾ, പണ്ഡിതന്റെ മകൾ പണ്ഡിതയായിരുന്നു. ഖുർആനിന്റെ വ്യാഖ്യാനം ഉറുദുവിൽ എഴുതിയ മഹദിയായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പെൺമക്കൾക്ക് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാനും അവരെ ഇൽമിന്റെ മേഖലയിൽ വളർത്താനും നമുക്ക് വഴികൾ ഉണ്ടാകണം. വിഷയം മാറുന്നില്ല. അപ്പൊ സഈദ് ബിൻ മുസയ്യബ് തങ്ങളോട് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന അന്നത്തെ ഭരണാധികാരി പറഞ്ഞു, എന്റെ മകൻ വലീദിന് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? അപ്പോൾ സഈദ് ബിൻ മുസയ്യബ് തങ്ങൾ എന്ന പ്രൗഢനായ പണ്ഡിതൻ
ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന താബിഈയാണ്. രാജാവേ, നിങ്ങളുടെ മകന് എൻ്റെ മകളെ പറ്റൂല, നിങ്ങളുടെ മകൻ ദുനിയാവിന്റെ അടിമയാണ്, എൻ്റെ മകൾ അല്ലാഹുവിന്റെ ദീന് പഠിച്ച എൻ്റെ അടുക്കൽ ഉത്തരവാദിത്വമുള്ള മകളാണ്. മകൾക്ക് പുതിയാപ്പളെ തെരഞ്ഞെടുപ്പുമ്പോ ഗൾഫിലാണോ ചില്ലറയുണ്ടോന്ന് മാത്രം നോക്കുന്ന വാപ്പാ, അല്ലാഹുവിന്റെ ദീനുള്ള ആളുകളെ കൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നതിന്റെ വലിയ പാഠമാണ്. അങ്ങനെ തന്റെ ദർസിൽ ഓതുന്ന പാവപ്പെട്ട അബൂവദാ എന്ന പാവപ്പെട്ട ഫഖീറായ മനുഷ്യനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. വീട്ടിൽ പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാൻ ഈ സംഭവം വേറെ പ്രഭാഷണങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് തങ്ങളോ ഭരണാധികാരിക്ക് ഇതിൽ ദേഷ്യമുണ്ടായി. എന്നിട്ട് ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ അതാ മദീനയിലിട്ടുകൊണ്ട് തല്ലുകയാണ്. പിന്നീടൊരു ബൈഅത്തിന്റെ പ്രശ്നം വന്നപ്പോ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ തല്ലി. സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ കുലുങ്ങിയില്ല. എനിക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണെടാ ധിക്കാരി, പടച്ചവന്റെ ദീന് പണയം വെക്കാൻ എനിക്കാവൂല. അവസാനം സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പറയുകയാണ്, എനിക്കൊന്നും ചെയ്തു തരേണ്ടതില്ല, എനിക്കാ കാണുന്ന സ്ഥലത്ത് ഞാൻ എന്നും നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, മസ്ജിദുൻ നബവിയിൽ. സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തിരുന്നിട്ടാണ് എന്നും നിസ്കരിക്കുക. ആ സ്ഥലത്തൊന്ന് നിസ്കരിക്കാൻ അനുവദിക്കണമെന്നല്ലാതെ വേറൊരാവശ്യവും ഭരണാധികാരിയോട് പറയാത്ത മഹാനാണ് താബിഈങ്ങളുടെ നേതാവായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആനുകാലികമായി എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനെല്ലാം ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അന്വേഷണമുണ്ട്. 2G സ്പെക്ട്രത്തിൽ പ്രധാനമന്ത്രി ഹാജരാകണോ? പരിഹാരം ഇസ്ലാം പറയുന്നുണ്ട്. നേരിട്ടിറങ്ങിച്ചെന്ന് അമീറുൽ മുഅ്മിനീൻ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതുണ്ടോ? അവിടെ തിരുത്തേണ്ടതുണ്ട്. മന്ത്രിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ? എന്നാൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മന്ത്രി നിരപരാധിയാണോ? എന്നാൽ അത് തെളിയിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതാ എതിരാളികളിൽപ്പെട്ട ഒരു രാജാവിന്റെ തലയ്ക്ക് ചുംബനം കൊടുത്ത് മുഅ്മിനീങ്ങളുടെ തല മുഴുവൻ കാത്തുരക്ഷിച്ച സ്വഹാബിക്കെതിരെ ആരോപണം വന്നു. ഇടപാടിൽ അല്പം അബദ്ധം പറ്റിപ്പോയെന്ന്. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ന പ്രധാനമന്ത്രി വിഷയം പഠിച്ചപ്പോൾ ഗവർണർ നിരപരാധിയാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിരപരാധിത്വം പ്രഖ്യാപിച്ചതായി താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. കുറ്റവാളി ആരാണെങ്കിലും അത് ഖലീഫയാണെങ്കിലും ചോദ്യം ചെയ്യുന്ന മാതൃകയാണ് ഇസ്ലാമിലുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കുറിച്ചൊരു തെറ്റിദ്ധാരണ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഭരണം നടത്തുന്ന കാലത്ത് വന്നു. ഒരു ജൂതന്റെ കംപ്ലൈന്റ് ആണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവിടുത്തെ ഭരണാധികാരിയാണ്. പക്ഷേ അവിടുത്തെ ജഡ്ജിന്റെ മുമ്പിൽ ഹാജരായി കൊള്ളണം. ഹാജരായി പ്രത്യക്ഷ തെളിവുകൾ വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ വിധിച്ചു. അപ്പൊ ജൂതന് അനുകൂലമായി അമീറുൽ മുഅ്മിനീൻ ഖലീഫയ്ക്കെതിരായി ഇസ്ലാമിന്റെ കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ ജൂത സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് വല്ലാത്ത നീതിയുടെ കൊട്ടാരമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരുന്നു. ഞാനൊരു കാര്യം മറച്ചു വെച്ചതാണ്, അമീറുൽ മുഅ്മിനീൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മാതൃകയാണ് ഇസ്ലാമിക പാർലമെന്റുകൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിൻ്റെ മതത്തെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കണേ
എല്ലാത്തിലും ഉപരിയായി ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ലോകത്തൊരു ഭയവും വേണ്ട. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ആരെങ്കിലും അള്ളാഹുവിനെ ഭയന്നാൽ എല്ലാ വസ്തുവകകളും അവനെ ഭയക്കുന്നതാണ്. അതല്ലേ പറയുന്നത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തൗഹീദ് എന്ന് പറയുന്ന അമരമായ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട മഹാനാണ്. നമ്രൂദ് എന്ന് പറയുന്ന എതിരാളി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെതിരെ തിരിഞ്ഞു. അപ്പോൾ അവസാനം മാനം മുട്ടേയുള്ള അഗ്നികുണ്ഡാരം ഒരുക്കിയിട്ട് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചുട്ടുകളയാൻ തീരുമാനിച്ചു. നമുക്കെല്ലാം അറിയുന്ന സംഭവമാണ്. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോ നമ്രൂദിന്റെ മകൾ റഹീമ ബിന്ദു നമ്രൂദ് എന്ന് പറയുന്ന പെണ്ണ് മേലെ കയറി നിന്നു. കൊട്ടാരത്തിന്റെ മുകളിൽ ഇബ്രാഹിം നബി കത്തിച്ചാമ്പലാകുന്നത് കാണാൻ. അപ്പോഴതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡാരത്തിന്റെ ഉള്ളിൽ നല്ല പൂന്തോട്ടത്തിലാണ്. നമ്രൂദിന്റെ മകളാണ് കാണുന്നത്. അതാ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചിട്ട ധിക്കാരിയുടെ മോളാണ് കാണുന്നത്. നേരെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, വാപ്പാ നിങ്ങളുടെ മതമൊന്നും ശരിയല്ലെന്നാ തോന്നുന്നത്. ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മൾ ചുട്ടുകരിക്കുന്ന പ്രവാചകൻ അതിൻ്റെ ഉള്ളിൽ തോട്ടത്തിലാണ്. റഹീമ എന്ന് പറയുന്ന നമ്രൂദിന്റെ മകൾ തീക്കുണ്ടാരത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വിളിച്ചു ചോദിച്ചു, ഓ ഇബ്രാഹിം നബിയേ, ആർക്കെങ്കിലും നിങ്ങളുടെ കൂടെ ഈ തീയിൽ വരാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, ഈമാനുള്ള കൽബിന്റെ ഉടമയാണോ? ധൈര്യത്തെ കടന്നു വന്നോ? റഹീമ എന്ന നമ്രൂദിന്റെ മകള് നേരെ കാലെടുത്ത് തീയിലേക്ക് വെക്കുമ്പോ പച്ചപ്പായി മാറി. എന്നെ ഒന്നടുത്തേക്ക് വിളിക്കുമോ? നടന്നു വന്നോ മോളെ? അല്ലാഹുവിനെ ഭയക്കുന്നവർക്കിത് പ്രശ്നമല്ല. നമ്രൂദിന്റെ മകൾ അടിവെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്നു. അകത്ത് ചെന്നപ്പോ നല്ല പൂന്തോട്ടമാണ്, ഹരിതാഭമായ സ്ഥലമാണ്. ഇതാരും ഇനി ഔട്ട് ഓഫ് ഇമാജിനേഷൻ ആണ്, ഇത് കഥയാണെന്നൊന്നും പറയണ്ട, ഇത് ഫിക്ഷൻ അല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശാന്തിയും തളിരുമായി മാറണമേ എന്ന കൽപ്പനയുടെ ഭാഗമാണ്. നേരെ നമ്രൂദിന്റെ മകളങ്ങ് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം ഖലീലുല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് മോള് പറഞ്ഞു, വാപ്പാ നിങ്ങളുടെ മതം പൊട്ടം മതമാണ്. ഇബ്രാഹിം എന്നവര് കണ്ടില്ലേ, തീയിൽ നല്ല കൊട്ടാരത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആക്രമണങ്ങൾ റഹീമയ്ക്കെതിരെ നടത്തിയെങ്കിലും കൽബിൽ ഈമാനുള്ള റഹീമ എന്ന നമ്രൂദിന്റെ മകൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അതാ വരുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ പെണ്ണാണ്. എന്തിനാണ് ഉമ്മമാരെ ഞാനിത് പറഞ്ഞത്? ദുനിയാവിലെ തീ ചിലപ്പോൾ നമുക്ക് അനുഗ്രഹമാണ്, അതിൻ്റെ നേരെ എതിരുണ്ട് ദുനിയാവിലെ കൊട്ടാരം നമുക്ക് ചിലപ്പോൾ തീയാണ്. വിവാഹത്തിന്റെ സമയത്ത് അടിച്ചു പൊളിക്കുന്ന ഉമ്മമാരെ, വഅലിനൊക്കെ വരുന്ന ഉമ്മമാരു തന്നെ,
പള്ളിക്ക് സംഭാവന ചെയ്യുന്ന ഉമ്മ തന്നെ, മദ്രസയ്ക്ക് സ്വർണം കൊടുക്കുന്ന പെങ്ങള് തന്നെ. പക്ഷേ കല്യാണ ചടങ്ങുകളിൽ ഔറത്ത് തുറന്നിട്ട് നിസ്കാരം ഖളാക്കിയിട്ട് പോകുന്ന പെങ്ങളെ, മരണം ഓർമ്മയില്ലേ? നമുക്കൊരു പടച്ചവനില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇന്ന് ഓഡിറ്റോറിയം സംസ്കാരം വന്നിട്ട് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ യുദ്ധം ചെയ്ത് ഭക്ഷണത്തിന് കയറുന്ന കാലമാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. മൊയ്ലാരായാലും വേണ്ടിയില്ല, മുക്രിയായാലും വേണ്ടിയില്ല, താത്താക്ക് ഭക്ഷണം കിട്ടണമെന്ന നിലക്ക് അടുത്തു വന്നിരിക്കുന്ന കാലമാണ്. നിക്കാഹിന് കൊണ്ടുപോകുന്ന മൊയ്ലാരി നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അഭയാർത്ഥി ക്യാമ്പിലെ പോലെ തള്ളുകൊണ്ട് ചോറ് തിന്നുകൊള്ളണം. ഇതേതൊരു സമുദായത്തിന്റെ സംസ്കാരമാണ്. ഞാനൊരു പള്ളിയിലെയും ഖത്തീബല്ലാത്തത് കൊണ്ട് തുറന്നു പറയാൻ എനിക്ക് അവകാശമുണ്ട്. നമ്മൾ വലിയ കോളിൽ കൊണ്ടുപോകും, മോളെയും മരുമോനെയും കൂടെ ഹലാലാക്കാൻ കൊണ്ടുപോയതാണ് മൊയ്ലാരെ. നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാലോ മറ്റുള്ളവരോടൊപ്പം ഉന്തും തള്ളും കൊണ്ട് മൊയ്ലാര് വേണമെങ്കിൽ ചോറ് തിന്നണം, വേണമെങ്കിൽ പള്ളിയിൽ പോകണം, അല്ലേ പട്ടിണി കിടന്നോളണം. ഇതേത് കഷ്ടമാണ്, സിസ്റ്റമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ബഹുമാനമില്ലെന്നോ? നിങ്ങളുടെ ദീനീ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ബഹുമാനമില്ലെന്നോ? അള്ളാഹുവിൻ്റെ ദീനല്ലേ അവർ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ കച്ചവടത്തിന് പോയപ്പോൾ മതം പഠിക്കാൻ പോയവരാണവർ. നിങ്ങൾ ഗൾഫിൽ പോയപ്പോൾ കിതാബ് ഓതാൻ പോയവരാണവർ. ഹലാലും ഹറാമും പഠിച്ചിട്ട് മസ്അല പറഞ്ഞു തരാൻ വന്നവരാണവർ. നിസ്കാരം എങ്ങനെയാണ് ഹലാലാകുന്നത്, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ എന്താണെന്ന് പറയാനും പഠിക്കാനും ജീവിതം ചെലവഴിച്ചവരാണവർ. നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മരുമകനെ ഹലാലാക്കാൻ പറ്റുന്ന നിക്കാഹ് നിങ്ങൾ തന്നെ ചെയ്താലും മതിയാകുമെങ്കിലും അത് കുറ്റമറ്റ രൂപത്തിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യിച്ചു തന്നയാളാണ്. അവർക്ക് അർഹമായ റെസ്പെക്ട് കൊടുത്തുകൊള്ളണം. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സിസ്റ്റം എന്തൊരു സിസ്റ്റമാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ചിലയിടത്തൊക്കെ പള്ളി കമ്മിറ്റിക്കാർ അതുകൊണ്ടൊരു വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, മുസ്ലിയാർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചിങ്ങ് പള്ളിയിലെത്താൻ. അങ്ങനെ ഏർപ്പാട് ചെയ്ത ചില പള്ളികളുണ്ട്. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ, പള്ളിയിൽ ഇബാദത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലെല്ലാം നമ്മൾ നൽകേണ്ട ബഹുമാനങ്ങൾ നൽകേണ്ടതാണ്. നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് അവർ. അവർക്ക് അർഹമായ പദവി നൽകേണ്ടതാണ്. ചിലപ്പോൾ നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്ന മഹല്ലായിരിക്കാം ഇത്, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പൊതുവായ ട്രെൻഡുകൾ വെച്ചുകൊണ്ട് പറയുകയാണ്. ചുരുക്കി പറയട്ടെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനോട് നമുക്ക് ബഹുമാനമുണ്ടാകണം. അള്ള വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഉമ്മമാരെ. അതുകൊണ്ട് നിക്കാഹിൻ്റെ അന്ന് നീ പുതിയ പെണ്ണായി ഒരുങ്ങിയിരിക്കുമ്പോഴും നിന്റെ തല തുറന്നിടാൻ ഹബീബ് ഇഷ്ടപ്പെടുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ല മോളെ. നീ ഒരു മീൻവലയും മേടിച്ച് തലയിലിട്ടുകൊണ്ട് ഓഡിറ്റോറിയത്തിലിരിക്കുമ്പോ നിന്റെ ഹബീബ് മദീനയിലിരിക്കുന്നുണ്ടേ. നീ നിന്റെ പള്ളയിലും മുതുകത്തുമൊക്കെ 12 ഏക്കർ പഞ്ചായത്തിന് എഴുതി കൊടുത്ത് പ്രദർശനം നടത്തിയിട്ട് നീ പുതിയ പെണ്ണൊരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവിനേക്കാൾ, നിന്നെ പ്രസവിച്ച മാതാവിനേക്കാൾ, നിനക്ക് ജന്മം നൽകിയ പിതാവിനേക്കാൾ, നീ ജന്മം കൊടുക്കുന്ന മക്കളേക്കാൾ എല്ലാം നിന്നെ സ്നേഹിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുണ്ട് മോളെ. അള്ളാഹുവിൻ്റെ ദാനങ്ങളുടെ കവാടമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. यह सच है नियाज़ी हम सरकार का खाते हैं. അള്ളാഹുവാണ് നൽകുന്നവൻ, വിതരണം ചെയ്യുന്നത് നബിയാണ്. വല്ലാഹു ഹുവൽ മുഅ്തി വ അന ഖാസിമുൻ എന്ന് സ്വീകാര്യയോഗ്യമായ ഹദീസിലുള്ളതാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇരിക്കുന്നുണ്ട് മോളെ. എന്നെയും നിന്നെയും കാണുന്നുണ്ട് മോളെ.
ഇൻ വജത്തു ഖൈറാ, നമ്മൾ നല്ലത് ചെയ്യുന്നതാണ് ഹബീബ് കാണുന്നതെങ്കിൽ ഹമിദുല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അബദ്ധം ചെയ്യുന്നതാണ് ഹബീബ് കാണുന്നതെങ്കിൽ ഇസ്തഗ്ഫർതു ലഹു, ഞാൻ അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കണം മോളെ. എല്ലാ വിഷയങ്ങളെയും അതിജയിക്കുവാനുള്ള മരുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന പെങ്ങൾ ഔറത്ത് തുറന്നിട്ട് ഓഡിറ്റോറിയത്തിലോ പഞ്ചായത്തിലോ പാർലമെന്റിലോ തെരുവിലോ കറങ്ങാൻ പറ്റൂല. കാരണം എൻ്റെ മേനി മറക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്, അത് പഠിപ്പിച്ചു തന്നത് ഹബീബാണ്. പെങ്ങളെ, റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? മുടിക്കെട്ടഴിച്ച് പഞ്ചായത്തിൽ പ്രദർശനം നടത്തി ആക്റ്റീവയിൽ ആക്റ്റീവായി ഓടുന്ന പെങ്ങളെ, നിനക്കൊരു മഹാനരായ നേതാവില്ലയോ? മോനെ, എനിക്കിവിടെ പടച്ചോനും പടപ്പോന്നും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ സിനിമയും കാണുന്ന ചെറുപ്പക്കാരാ, നിനക്കും ഒരു നേതാവില്ലയോ? പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാകുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ AC റൂമിലാണേ, നല്ല കമ്പലിന്റെ ഉള്ളിലാണേ എന്ന് പറഞ്ഞ് ഒന്നുകൂടി ഒതുങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരാ, ജീവൻ നൽകിയ രക്ഷിതാവിന്റെ പേരാണ് വിളിച്ചു പറഞ്ഞത്. ലോകത്തിന് കരുണ നൽകുന്ന നേതാവിന്റെ പേരാണ് വിളിച്ചു പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. എഴുന്നേറ്റ് ഉത്തരം ചെയ്യാൻ സമയമായില്ലേ? അപ്പോഴല്ലേ ഈമാനുള്ളവരായി മാറുകയുള്ളൂ, ഹബീബിനെ അറിയുന്നവരായി മാറുകയുള്ളൂ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബിൽ ഈമാൻ ഉണ്ടാകണം. ഹബീബേ, ഖുദായോട് പ്രണയമുണ്ടാകണം. അങ്ങനെ പ്രണയമുണ്ടാവുകയും അല്ലാഹുവിനെ ആദരിക്കുകയും ചെയ്താൽ, കണ്ടില്ലേ, അല്ലാഹുവിനെ ആദരിച്ചവർക്ക് അല്ലാഹു സഹായിയാണ്. അൽ ബിദായത്തു വന്നിഹായിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ സബറത്തുൻ നഖിയിൽ നിന്നാണ് നിവേദനം. അഖബല റജുലുൻ മിനൽ യമനി, യമനിൽ നിന്നൊരാൾ യാത്ര തുടങ്ങി. അങ്ങനെ യാത്രക്കിടയിൽ വെച്ചുകൊണ്ട് വാഹനം അങ്ങ് മരിച്ചുപോയി, ഒട്ടകം അങ്ങ് മരിച്ചുപോയി. അവിടെ നിന്നിട്ടതാ വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലാഹ് അശ്ഹദു അന്നക തുഹ്യിൽ മൗതാ വതബ്അസു മൻ ഫിൽ ഖുബൂർ ലാ തജ്അൽ ലിഅഹദിൻ അലയ്യ അൽ-യൗമ മിന്നാ അത്ലുബു ഇലൈക അൽ-യൗം. പടച്ചവനേ, എനിക്കൊരാളോട് ഒരു വിധേയത്വം നീ നൽകാതെ, എനിക്കിവിടുന്ന് ദഫീന എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വരുന്ന ആളാണ് ഞാൻ, എനിക്ക് യാത്ര ചെയ്തു പോകേണ്ടതുണ്ട്. അതുകൊണ്ടോ അല്ലാഹുവേ, ഇത് ഇബ്നു അബി ദുനിയ കിതാബു മൻ ആശ ബഅദൽ മൗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ജല്ല ജലാലായ റബ്ബേ, എനിക്കാരോടും ഒരു വിധേയത്വം, ഒരു കടപ്പാട് നീ വെക്കാതെ ഔദാര്യമായി അളീമായ റബ്ബേ, എൻ്റെ വാഹനത്തെ നീ പുനർജനിപ്പിക്കണേ അല്ലാഹ്. അവിടല്ലേ ഹബീബ് നിലകൊള്ളുന്നത്. ഹബീബിനോടുള്ള അനുരാഗം അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. മെഹാറു ചലേ ജാമെ ഖാനെ സർവർ മേ ഓ ജാമെ താലിബ് സബ്കോ ഭിർ ഭിർ के पाते हैं
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ മഹനീയമായ പ്രപഞ്ചത്തിൽ നിന്ന് അരുണവർഷങ്ങളെ ആലിംഗനം ചെയ്ത് പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന് വിധേയപ്പെടുന്ന വിശ്വാസികളെ ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അപ്പോൾ അല്ലാഹുവേ, നീ എനിക്കൊരാളോടും കടപ്പാട് തരാൻ പാടില്ല, നീ എനിക്ക് ഔദാര്യം ചെയ്യണം. നിന്റെ ഔദാര്യം കൊണ്ട് എൻ്റെ വാഹനത്തിന് നീ ജീവിപ്പിക്കണം. അപ്പോഴതാ അവിടുന്ന് ചാടി എഴുന്നേൽക്കുന്നു. അതേ വാഹനത്തിൽ തന്നെ സഞ്ചരിച്ച് നാട്ടിലേക്ക് എത്തിച്ചേരുമ്പോ ഇബ്നു അബി ദുനിയ എന്ന ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്, ആ വാഹനം കൊണ്ടുവന്ന് ഉപയോഗിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്തു. ഒരു പ്രശ്നവും ഇല്ല, കാരണം ജല്ല ജലാലായ റബ്ബിലേക്ക് ചേർന്നു നിന്നവരാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ ആ വിചാരത്തിലേക്കാണ് വരേണ്ടത്. നമുക്കാകെയുള്ള ജീവിതം എന്താണ്? എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അല്ലാഹുവിൻ്റെ ഖളാ ആണ്. എന്തൊരു സാന്ത്വനമാണത്! എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം, ഒരു മഹാൻ അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് അനവസരത്തിൽ പറഞ്ഞതിന് 30 കൊല്ലത്തോളം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. എന്തേ കാരണം? നാട്ടിൽ ഒരു അഗ്നിബാധയുണ്ടായെന്നറിഞ്ഞു. തൻ്റെ കട മാത്രം കത്തിയില്ല. അപ്പൊ അറിയാതെ അങ്ങ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുപോയി. എൻ്റെ കട കത്തിയില്ലല്ലോ എന്നുള്ള നിലക്കാണ് പറഞ്ഞതെങ്കിലും ബാക്കിയുള്ളവരുടെ കട കത്തിപ്പോയതാണല്ലോ. അങ്ങനെ ഞാൻ അനവസരത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 3 പതിറ്റാണ്ടോളം ഇസ്തിഗ്ഫാർ ചെയ്ത മഹാന്മാരുണ്ട്. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമെന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ 1000 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് തന്നെ പറയണം എന്ന വിചാരത്തിലേക്കല്ലേ നമ്മുടെ ചിന്തയുള്ളത്. വിശാലമായി ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ്? അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്, മറ്റു മുഅ്മിനീങ്ങളുടെ ഖൈർ ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ നാട്ടുകാരായ എൻ്റെ മുഅ്മിനീങ്ങളോട് വസിയ്യത്ത് ചെയ്യാനുള്ളത്, എൻ്റെ നഫ്സിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരമുണ്ടാകണം. മോനെ, ആധുനികതയുടെ മോഡേൺ സിദ്ധാന്തങ്ങളൊക്കെ പറയാൻ ഇവിടെ ആരെല്ലാം ഉണ്ട്? ഇന്നിവിടെ ദാരിദ്ര്യം എഞ്ചിനീയേഴ്സിനല്ല, ഇന്നിവിടെ ദാരിദ്ര്യം ഡോക്ടേഴ്സിനല്ല, ഇന്നിവിടെ ദാരിദ്ര്യം മറ്റേതെങ്കിലും ബിസിനസ്മാൻമാർക്കല്ല. ഇന്നിവിടെ ദാരിദ്ര്യം അനുഭവപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ദീനിന്റെ മസ്അല പറയാൻ ആളില്ല എന്നതാണ്. ഈ മഹല്ലിൽ മുമ്പ് എത്ര ആലിമീങ്ങൾ ജീവിച്ചിരുന്ന മഹല്ലാണ്. ഇന്നെത്ര മുത്തഅല്ലിമീങ്ങൾ ഈ നാട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ആനുപാതികമായി നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അടുത്ത ഭാവിയിൽ ഒരു മുത്തഅല്ലിമും ഇല്ലാതെ വന്നാൽ പരിസരത്തുള്ള മഹല്ലുകൾ നിങ്ങൾ സർവേ എടുത്തോ, അവിടെ MBBSന് പഠിക്കുന്ന കുട്ടികളുണ്ടാകും, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികളുണ്ടാകും, അതുപോലെ പുതിയ പുതിയ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവരുണ്ടാകും. എന്നാൽ നമ്മുടെ മഹല്ലിൽ അള്ളാന്റെ ദീന് പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഖുർആൻ മനപ്പാഠമാക്കുന്ന കുട്ടികളുണ്ടോ? നാളെ ഒരു മസ്അല ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ മഹല്ലിൽ പാകപ്പെടുന്നുണ്ടോ എന്ന് ഒരു പ്രസിഡന്റിനും തലവേദന വന്നിട്ടുണ്ടോ? ഒരു സെക്രട്ടറിയും ആലോചിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കുട്ടിയും ഇല്ലെങ്കിൽ ഈ മഹല്ലുകാര് മുഴുവനും കുറ്റക്കാരാണ്. അവര് നല്ല സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പഠിപ്പിക്കണം ഒരാളെ, അല്ലെങ്കിൽ അത്രയും ആളുകളെ തെരഞ്ഞെടുത്തിട്ട് നാളെ അള്ളാഹുവിൻ്റെ ദീനിന്റെ ഒരു മസ്അല ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകണം. കാരണം എന്താണ്? ഇന്ന് പരിഷ്കാരികൾ വന്നിട്ട് മതത്തെ നശിപ്പിച്ച കാലമാണ്. പല അവസരങ്ങളിലും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഒരിക്കൽ ചെന്നപ്പോൾ അവിടെ പള്ളിയിൽ ഒരു ബോർഡ് കാണുന്നുണ്ട്, നിങ്ങൾ മൊബൈൽ കമ്പനിയിലേക്ക് 5555 എന്ന മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് വീടിപ്പോയി. എന്താണ് ആ മെസ്സേജിന്റെ താല്പര്യം? ക്യൂട്ടൽ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പൊ റമദാൻ മാസം ആയാലോ സക്കാത്ത് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് 5555 മെസ്സേജ് അയച്ചാൽ
പ്രീപെയ്ഡ് കസ്റ്റമർ ആണെങ്കിൽ 15 റിയാൽ അങ്ങ് കട്ടാവും. പോസ്റ്റ് പെയ്ഡ് കസ്റ്റമർ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ബില്ല് വരുമ്പോൾ 15 രൂപ എക്സ്ട്രാ ഉണ്ടാകും. നിങ്ങളുടെ സക്കാത്ത് വീടി എന്നാണ്. ഇങ്ങനെ കൊടുത്താൽ സക്കാത്താകുമോ? സക്കാത്താകുന്നതല്ല. ഇനി നാളെ നമ്മുടെ നാട്ടിലെ റിലയൻസും അംബാനിയും അതുപോലെ ടാറ്റായും ബിർളായും എല്ലാം തുടങ്ങും ഫിത്ർ സക്കാത്ത് വാങ്ങാൻ. ഇന്നിപ്പോൾ തന്നെ എത്രയോ കെട്ടഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ ദീനിന്റെ മസലകളെ ആളുകൾ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇതേപോലെ വിഷയം വന്നാൽ അങ്ങനെ കൊടുത്താൽ സക്കാത്താകുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ മസല പറയാൻ പറ്റുന്ന ഒരു ആലിമ് വേണ്ടേ? ഇനി അല്ല, എന്തെല്ലാം ആധുനിക സംവിധാനങ്ങളാണിപ്പോൾ. എല്ലാ മസലകളിലേക്കും കടക്കാനുള്ള സാവധാനമില്ല. അപ്പോൾ പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലക്ക് അള്ളാഹുവിന്റെ ദീൻ എന്ത് പറയുന്നു എന്നൊരു മസല പറയാൻ പറ്റുന്ന ആലിമുണ്ടോ? അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനിന്റെ നിയമങ്ങൾ പറയാൻ ഇവിടെ ആളുണ്ടാകണം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമൻ ബൽ വറസുൽ ഇൽമാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ആ അമ്പിയാക്കളുടെ അനന്തരാവകാശിയാകാൻ അഭിമാനമുണ്ടാകണം നമുക്ക്. ഞാൻ ആരുടെ അനന്തരാവകാശിയാ? ഞാൻ എൻ്റെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയാണ് എന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ആലിമീങ്ങളായി നമ്മുടെ മക്കൾ മാറണ്ടയോ? പണക്കാര് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണോ? അല്ല. പണം അമ്പിയാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്, അല്ലാത്തവർക്കും ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഖാറൂനെ പോലെ നമ്രൂദിനെ പോലെ ധിക്കാരികള് പണക്കാര് കഴിഞ്ഞു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശിയാകാൻ പറ്റുന്ന ഒരു മകനാണ് എനിക്ക് വേണ്ടത്. അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ മസല പഠിക്കട്ടെ. റബ്ബിന്റെ ദീനിന്റെ മസലയിൽ നിന്ന് എന്തു ചോദിച്ചാലും പറയാൻ പറ്റുന്ന ആളുകൾ അവരായിട്ടല്ലേ ആലിമീങ്ങൾ വന്നത്. ഇമാമുന ശാഫഈ തങ്ങളാരാണ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറച്ച നേതാവാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം ചെലവഴിച്ച മഹാൻ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ ആരാണ്? ലോകം മുഴുവനും വിജ്ഞാനത്തിന്റെ വിലാസം നേടിയ ബുദ്ധി സാമ്രാജ്യത്തിലെ നേതാവാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ പിൻഗാമിയായി നമ്മുടെ മക്കള് വന്നാൽ ഉമ്മമാരെ നമുക്ക് അഭിമാനിക്കാനില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ മസല പറയാൻ എൻ്റെ മകനുണ്ടാകണം അല്ലാഹുവിൻ്റെ ദീനിന്റെ കാവൽക്കാരനായി എന്ന വിചാരത്തിലേക്ക് ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടണം. രാവിലെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഒരുക്കിയിറക്കി വഴിവക്കിൽ നിന്ന് വണ്ടിയിൽ കയറ്റിവിട്ട് വൈകുന്നേരം 5 മണിക്ക് കാത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഉമ്മ, നിങ്ങളുടെ മകന് നിസ്കാരത്തിന്റെ മസല അറിയുമോ? നിങ്ങൾ മരിച്ച മയ്യത്ത് കൊണ്ടുപോയി എന്താ ചെയ്യണ്ടേ നിങ്ങളുടെ മോൻ അറിയുമോ? നിങ്ങൾ മരിച്ചാൽ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നറിയോ? ഇപ്പൊ അങ്ങനെയൊന്നുള്ള വിചാരമില്ല. ഇവിടെ 4 കാശ് വേണം, ഇവിടെ ഒരു അഭിമാനം വേണം എന്ന ജീവിതത്തിലേക്ക് നമ്മുടെ ചിന്തകളും വിചാരങ്ങളിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടു പോയി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട ആളുകൾ, സ്വഹാബികളായ ആളുകൾ, അവരുടെ ജീവിതത്തിൽ 1-ാമതും 2-ാമതും 3-ാമതും അല്ലാഹുവിന്റെ ദീനാണ്. നിങ്ങൾ വിചാരിച്ചു പോയോ പടച്ചോന്റെ ദീന് പഠിക്കാൻ വേണ്ടി കുറച്ചാളുകൾ ഇങ്ങനെ സ്പെഷ്യൽ ഇറക്കിയവരാണ് സ്വഹാബത്തെന്ന്? അവർക്ക് കൂട്ടവും കുടുംബമൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നമ്മളെക്കാൾ കൂടുതൽ മക്കളുള്ളവരായിരുന്നു സ്വഹാബികൾ. നമ്മളെക്കാൾ കൂടുതൽ ഭാര്യമാരുള്ളവരായിരുന്നു സ്വഹാബിമാർ. നമ്മളെക്കാൾ കൂടുതൽ കുടുംബ പ്രാരാബ്ദങ്ങളുള്ളവരായിരുന്നു സ്വഹാബിമാർ. അതിൻ്റെ ഇടയിൽ തന്നെ അവർ ഹാഫിളീങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ അവർ ആലിമീങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ അല്ലാഹുവിൻ്റെ മതത്തിൻ്റെ മസലകൾ അറിയുന്നവരായിരുന്നു.
അവിടുന്ന് രാവിൽ നിന്ന് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. പകലന്തിയോളം വേണമെങ്കിൽ പടക്കളത്തിൽ ചെലവഴിച്ചവരായിരുന്നു. ഇപ്പോൾ ആലിമീങ്ങളെല്ലാം അങ്ങ് കുറഞ്ഞു വന്നപ്പോൾ ചില ജാഹിലീങ്ങൾ ബുക്കും വായിച്ചിറങ്ങി. ഇനി വിശുദ്ധ പ്രസംഗത്തിൽ സുവിശേഷ പ്രസംഗത്തിന് സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ചിലര് ബുക്കും വായിച്ചിട്ടിറങ്ങിയിട്ട് മുഴുവൻ ആലിമീങ്ങളെയും കുറ്റം പറയുന്ന കാലമാണ്. എഞ്ചിനീയർമാരൊന്നും ഇല്ലാതെ വരുമ്പോ 10 രൂപയുടെ ബുക്ക് വാങ്ങി 4 ദിവസം കൊണ്ട് എഞ്ചിനീയർ ആകാന്നുള്ള ബുക്കും വായിച്ച് 4 എണ്ണം ഇറങ്ങും. ഞാനും എഞ്ചിനീയറാണ്. 5-10 കൊല്ലം മെനക്കെട്ട് പഠിച്ച എഞ്ചിനീയർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്നലെ റോഡ് വക്കിൽ നിന്ന് വാങ്ങിയ ബുക്കും കൊണ്ട് നേരെ ഒരു വര പോലും വരയ്ക്കാൻ അറിയാത്തവൻ എഞ്ചിനീയർ ആണെന്ന് വാദിച്ചു വന്നാൽ ഇതുപോലെയല്ലേ? അള്ളാഹുവിന്റെ മതം ഔദ്യോഗികമായി പഠിച്ച ആലിമീങ്ങളുണ്ട്. ചില ആളുകൾ പരിഭാഷകളും വായിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും ഞാനും ആലിമാണ്. ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഖുർആൻ എന്താണെന്നും ഹദീസ് എന്താണെന്നും അവർക്കറിയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മസല എന്താണെന്ന് അവർക്കറിയില്ല. പടച്ചവന്റെ മതം അവർക്ക് പരിചയമില്ല. അങ്ങനെ അവർ ആരെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലം വന്നുപോയില്ലേ? ഒരിക്കൽ മലബാർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോൾ ചെങ്ങന്നൂര് വണ്ടി അല്പസമയം നിർത്തിയിടുമെന്ന് പരിചയമുള്ളത് കൊണ്ട് അവിടെ ഫ്ലാറ്റിൽ മുസല്ല വിരിച്ചു സുബഹി നിസ്കരിക്കാൻ നിന്നപ്പോൾ അതിന് മുമ്പ് തന്നെ സീറ്റിലിരുന്ന് ഖിബിലയൊന്നും ശ്രദ്ധിക്കാതെ നിസ്കരിച്ച ഒരു സാധാരണക്കാരനോട് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ വണ്ടിക്ക് 10 മിനിറ്റോളം സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നിസ്കാരം സുബഹി നിസ്കാരം ന്യൂനതയില്ലാത്ത വിധം ഇതാ ഖിബിലയ്ക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. എൻ്റെ മുസല്ലയും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മൊയ്ലിയാരെ ഇപ്പൊ അങ്ങനെയൊന്നും കഷ്ടപ്പെടണമെന്നില്ല, സമയമാകുമ്പോ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നിസ്കരിച്ചാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ നിസ്കരിച്ച രൂപത്തിൽ നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ടതില്ലേ? ആരാ മൊയ്ലിയാരെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന മടക്കി നിസ്കാരമൊന്നും ഇസ്ലാമിലില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഏത് ഇമാം എന്നൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഷാഫി ഇമാമിനെങ്ങാണം വലിയ വിവരമുണ്ടോ? ബുഖാരി ഇമാമല്ലേ ഹദീസ് കൊണ്ടുവന്നത്? അതിനു മുമ്പ് ഷാഫി ഇമാം വഫാത്തായി പോയില്ലേ? അപ്പോൾ മനസ്സിലായി ഇയാൾ വിവരമില്ലാത്ത ആള് മാത്രമല്ല, വിവരമില്ലെന്ന ബോധമില്ലാത്ത ആളും കൂടിയാണെന്ന് മനസ്സിലായി. ഞാൻ അയാളോട് ചോദിച്ചു, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അതെ, ഇമാം ബുഖാരി അല്ലേ ഹദീസിന്റെ കിതാബ് ഉണ്ടാക്കിയത്? അതിനു മുമ്പല്ലേ ഷാഫി ഇമാം ജീവിച്ചിരുന്നത്? ഷാഫി ഇമാമിന് ഹദീസൊക്കെ കിട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയില്ലേ? എന്തൊരർത്ഥശൂന്യതയാണ്! അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാത്ത ആളുകളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ തങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. അതിൻ്റെ 4-1 ഹദീസ് പോലും ചിലപ്പോൾ ഇമാം ബുഖാരി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി തങ്ങൾ, ഞാൻ ശാഫഈ മദ്ഹബുകാരനാണെന്ന നിലക്ക് ശാഫഈ മദ്ഹബിനെ അംഗീകരിച്ച മഹാനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരി തങ്ങൾ ശാഫഈ മദ്ഹബുകാരനാണെന്ന് ഇമാം സുബുക്കി തങ്ങൾ തബഖാത്തു ശാഫിയത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തമ നൂറ്റാണ്ടിൽ ജനിച്ച് വഫാത്തായവരാണ് 4 മദ്ഹബിന്റെയും ഇമാമുകൾ. അതിനുശേഷം വന്നവരാണ് ഹദീസിന്റെ പണ്ഡിതന്മാരായി അറിയപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഇബ്നു മാജ, ഇമാം നസായി, ഇമാം തിർമിദി, ഇമാം അബൂ ദാവൂദ്. 6 പണ്ഡിതന്മാരും അതിനുശേഷമുള്ള കാലത്ത് വന്ന മഹാന്മാരാണ്. ഈ ചരിത്രം പോലും അറിയാതെയാണ് ചില ആളുകൾ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയും ശാഫഈ ഇമാമിന് അറിയില്ലെന്ന്. ചില ആളുകൾ മുസ്ലിമിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയും ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന്. വേണ്ട വേണ്ട,
1100 കൊല്ലത്തെ മുസ്ലിം ലോകത്ത് 4 മദ്ഹബിനെ അംഗീകരിക്കാത്ത ഒരു പണ്ഡിതനും കടന്നുപോയിട്ടില്ല. നമ്മളും ആ 4 മദ്ഹബിനെ അംഗീകരിക്കൽ അനിവാര്യമാണ്. 4 മദ്ഹബ് അംഗീകരിച്ചില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഫർദ് എത്രയെന്നറിയാൻ വഴിയില്ല, വുളൂഇന്റെ ശർത്ത് എത്രയെന്നറിയാൻ വഴിയില്ല. 4 മദ്ഹബിനെ അംഗീകരിച്ചില്ലെങ്കിൽ നിസ്കാരത്തിന്റെ മസ്അല പൂർണ്ണമായും നമുക്ക് ലഭ്യമല്ല. 4 മദ്ഹബ് അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ദീനിയായ മസ്അലകൾ ലഭ്യമാകുന്നതല്ല. അവർ അതോറിറ്റികളാണെന്ന് മുസ്ലിം ലോകമേകോപിതമായി അംഗീകരിച്ചതാണ്. ഖുർആനാണെന്നതിന് തെളിവെന്താണ്? മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ്. ഇമാം ബുഖാരി നീതിമാനാണെന്നതിന് തെളിവെന്താണ്? മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ്. അതേ തെളിവ് തന്നെയാണ് 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും നീതിമാന്മാരാണെന്നും അവരിൽ 4 ഒരാളെ അംഗീകരിക്കണമെന്നും ഖുർആനാണെന്ന തെളിവ് തന്നെയാണ്. ഇമാം ബുഖാരി നീതിമാനാണെന്നതിനുള്ള തെളിവ് തന്നെയാണ്. 4 മദ്ഹബിന്റെ ഇമാമീങ്ങളെ അംഗീകരിക്കണമെന്നതിനുള്ള തെളിവും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവര് 4 പേരും മാതൃകായോഗ്യമായി ജീവിച്ചവരാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫത്തുൽ കുഫി. ഞാൻ ഈ വിഷയികമായി നീട്ടിപ്പറയുന്നില്ല. അഹ്ലുസുന്നയുടെ പാരമ്പര്യമെന്ന സിഡിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആധുനിക വിഷയങ്ങൾ വന്നാൽ അതിന് പരിഹാരം പറയണോ? ഈ കൊമേഴ്സ്, ഈ ബാങ്കിങ്, ഈ ബിസിനസ് തുടങ്ങിയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക് ഇസ്ലാം എന്ത് പറയുന്നു എന്ന് മറുപടി പറയണോ? മദ്ഹബിന്റെ കിതാബ് നോക്കാതെ കാമാന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. മോഡേൺ ബയോളജിക്കൽ കണ്ടുപിടുത്തങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിന്റെ അഭിപ്രായം എന്താണെന്ന് പറയണോ? മദ്ഹബിന്റെ ഇമാമീങ്ങളുടെ കിതാബ് നോക്കാതെ പറ്റൂല. ആധുനിക ലോകത്ത് വരുന്ന പുതിയ പുതിയ സംഭവങ്ങൾ, ഇടപാടുകൾ, ഇടപെടലുകൾ, ഇതിലൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഭാഷയെന്ന് പറയണോ? 4 മദ്ഹബിന്റെ ഇമാമിന്റെ ഗന്ധങ്ങൾ നോക്കാതെ മറുപടി പറയാൻ കഴിയില്ല. കാരണം അവരുടെ ജീവിതം ഇത് ചിട്ടപ്പെടുത്താനും രേഖപ്പെടുത്താനും ഒഴിഞ്ഞുവെക്കപ്പെട്ട മഹാന്മാരാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് അവസാനം അവിടുത്തെ വിശുദ്ധമായ മദീനയിൽ ചെന്ന് ഹബീബിന്റെ തിരുമുഖം കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എന്തൊക്കെയാണോ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈമാൻ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ എന്തൊക്കെയാണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതൊക്കെ വിശ്വസിക്കലാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ അംഗീകരിച്ചിട്ട് പോണം. ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല നമ്മളെ അയച്ചത് കല്യാണം കഴിക്കാനും, ഒരു വീട് വെക്കാനും, 2 മക്കളെ പഠിപ്പിക്കാനും, അവരെ കെട്ടിച്ചയക്കാനും, പിന്നെ പള്ളിക്കാട്ടി പോകാനും, അതിനല്ല അല്ലാഹു തആല ഇങ്ങോട്ട് അയച്ചത്. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എന്തിനായി ദുനിയാവിലെ ജീവിതം? കുറച്ചു കാലമായി കല്യാണം കഴിച്ചു, ഗൾഫിലൊന്ന് പോയി, അല്ലെ വേറെ ഏതെങ്കിലും ജോലി ചെയ്തു, 2-3 മക്കളെ പഠിപ്പിച്ചു, അവരെ കെട്ടിച്ചയച്ചു, പിന്നെ റിട്ടയർഡായി വീട്ടിലിരുന്നു. 5-6 ദിവസം കഴിഞ്ഞു അസ്റായീൽ വന്നു, അലൈക്കും സലാം എന്ന് പറഞ്ഞു പോയി. ഇതിനാണോ ജീവിതം? ഈ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലേ? ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കേണ്ടതില്ലേ? സമ്പാദിച്ചിട്ടുണ്ട് മുസ്ലിയാരെ. 5-6 എസ്റ്റേറ്റ് ഉണ്ട്, 4-5 കമ്പനിയുണ്ട്, 12 കോളേജുണ്ട്.
അതൊക്കെ അധ്വാനങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുന്നതല്ലേ? നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ചിട്ട ബിൽഡിംഗ് ഒക്കെ ഇവിടെ കിടക്കുകയല്ലേ? അവരുടെ മീസാങ്കലിലെ പേരും മാഞ്ഞ് മീസാങ്കല്ലും പൊളിഞ്ഞ് കബറുകുഴിയായി. പുതിയ ആൾ അവിടെ കബറടക്കുകയും ചെയ്തില്ലേ? ബിൽഡിംഗ് ഇവിടെ ഇട്ടിട്ടല്ലേ പോയത്? അക്കൗണ്ട് ബുക്ക് ഇവിടെ വെച്ചിട്ടല്ലേ പോയത്? ATM കാർഡ് ഇവിടെ വെച്ചിട്ടല്ലേ പോകുന്നത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ അക്കൗണ്ട് എടുക്കുമ്പോ തന്നെ നിന്നോട് പറയുന്നില്ലേ മരിച്ചാൽ ആർക്കാ കൊടുക്കേണ്ടതെന്ന് എഴുതണമെന്ന്? അതുപോലല്ലേ നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. എന്നാൽ ഇതൊരു പൂച്ചക്കുട്ടിയെ പോലെ ജീവിച്ചിട്ട് എവിടെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്ന് മരിച്ചാ പോലെ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് മുൻഗാമികളെ പോലെ ജീവിക്കണം. മരിച്ചു കഴിയുമ്പോ ദീനിന്റെ വിലാസമുണ്ടാകണം. ഇവിടെ പലർക്കും സ്മാരകങ്ങളുണ്ട്, പലർക്കും പ്രതിമകളുണ്ട്. പക്ഷേ ദീനിന്റെ വിലാസമുണ്ടാകണം. തഴവ ഉസ്താദ് മരണപ്പെട്ടു പോയി. മവാഹിബുൽ ജലിയ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം വെച്ചിട്ട് പോയ നല്ല ഒരു ബാക്കി പത്രമാണ്. ഇമാം ഷാഫി തങ്ങൾ വഫാത്തായി. പക്ഷേ ഷാഫി ഇമാമിനെ പിൻപറ്റാതെ നമുക്ക് ജീവിതമില്ല. ഓരോ ദിവസവും ഉടമ്പടി പുതുക്കുകയാണ്, സ്നേഹം പുതുക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിലും ഷാഫി ഇമാമിനോട് എത്ര സ്നേഹമാണ്. 1000 കൊല്ലം കഴിഞ്ഞെങ്കിലും എത്ര പ്രേമമാണ് ഷാഫി ഇമാമിനോട്. കാരണം ജീവിച്ചപ്പോ ആൺകുട്ടിയായി ജീവിച്ചതാണ്. പണം കൊണ്ടാണോ ഷാഫി ഇമാം ആൺകുട്ടിയായത്? വീട് വിറ്റിട്ട് ഓതാൻ പോയ മുത്തഅല്ലിമാണ്. ഭരണാധികാരിയായതുകൊണ്ടാണോ ഷാഫി ഇമാമിനെ ഓർക്കുന്നത്? ഭരണാധികാരിയല്ലല്ലോ. സാധുവായ ഞാൻ ഷാഫി ഇമാമിനെ കുറിച്ച് മാത്രം പറഞ്ഞ് 6 മണിക്കൂർ CD ഉണ്ട്. അതിൽ അവിടുത്തെ ജീവിതം വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരിവിടെ നിലനിൽക്കുന്നത് നല്ല ഒരു ജീവിതത്തിന്റെ ബാക്കി പത്രം നൽകിയിട്ടാണ്. ഗൗസുൽ ആദം തങ്ങൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകളായില്ലേ? ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലില്ലേ? മാതൃകായോഗ്യമായി ദീനിനു വേണ്ടി ജീവിച്ചത് കൊണ്ടല്ലേ? അത്രയൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് റബ്ബിന്റെ ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ ഒരു ബാക്കി പത്രം വേണ്ടേ? അതാ കണ്ടില്ലേ, കോഴിക്കോട് വലിയൊരു മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹം അവിടുത്തെ പല വണ്ടി കമ്പനികളുടെയും അതിന്റെ ഏജൻസിയായിരുന്നു, ഓതറൈസ്ഡ് വിതരണക്കാരനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ കേരളത്തിലെ ഒരുപാട് അലിമീങ്ങൾ അവിടെ ഒരുമിച്ചുകൂടി, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ അവിടെ ഒരുമിച്ചുകൂടി. കാരണം എന്താണ്? അദ്ദേഹം ആലിമല്ലെങ്കിലും മുദർരിസ് അല്ലെങ്കിലും മുതലാളിയാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ ദീനീ സ്ഥാപനത്തിനും സഹായിച്ച വലിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ ജനാസ നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പണ്ഡിതനല്ലെങ്കിലും പണ്ഡിതന്മാരോടൊപ്പം നിന്ന് ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയപ്പോൾ അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ വലിയ തങ്ങന്മാരുണ്ടായിരുന്നു, സാദാത്തുക്കൾ ഉണ്ടായിരുന്നു, ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നല്ല നല്ല പ്രാർത്ഥനകൾ നടന്നു. കാരണം മുതലാളിയാണെങ്കിലും അത് ദീനിനു വേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് അല്ലാഹു തആല നൽകിയത് എന്താണോ അത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വിനിയോഗിച്ചിട്ട് നല്ല ഒരു ബാക്കി പത്രം മരിക്കുമ്പോഴുണ്ടാകണം. നല്ല ഒരു വിലാസം നമുക്ക് മരിക്കുമ്പോ ബാക്കി വേണം. അപ്പോഴല്ലേ ജീവിതം അഭിമാനകരമാവുകയുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കാണുന്ന തോന്നിവാസങ്ങളുടെ മുഴുവനും പിന്നിൽ പോയി ജീവിതം ഹോമിക്കാതെ
അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവിച്ച് ദീനിനു വേണ്ടി മരിക്കണം. നമ്മൾ മരിക്കുമ്പോൾ നല്ല സ്മൃതികൾ, ദീനിയായ നല്ല ഓർമ്മകൾ ഉണ്ടാകണം. മൊയ്ലിയാരെ, ഞാൻ മരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ പാർട്ടിക്കാരുടെ റീത്തൻ്റെ ഖബറിൻ്റെ മേലെ കാണും. ഒരു ഉപകാരവും നിനക്കില്ല, ഉപദ്രവമല്ലാതെ ഇല്ല. അത് നമ്മുടെ സംസ്കാരമേ അല്ല. ഇന്ന് ചിലയിടത്തൊക്കെ മരിച്ച വീട് രാഷ്ട്രീയം വളർത്താനുള്ള വീടാണ്. മുസ്ലിം കാക്കാമാര് വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഉടനെ എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും വിളിക്കും. ഉമ്മാന്റെ മയ്യത്താണ് അകത്ത് കിടക്കുന്നത്. പക്ഷേ കാണാൻ വരുന്നത് ആരാണ്? മുസ്ലിമും അമുസ്ലിമും അന്യപുരുഷന്മാര് മുഴുവനും വന്ന് ഉമ്മാന്റെ മയ്യത്ത് കാണുന്നു. കാരണം മകൻ പാർട്ടി ലീഡറാണ്. മോനെ, നീ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും നീ ലോകത്തുള്ള പാർട്ടിക്കാരെ മുഴുവനും വിളിച്ച് ഉമ്മാന്റെ മയ്യത്ത് കാണിച്ചിട്ട് ഉമ്മാന്റെ ജനാസയുടെ ആദരവ് കളയല്ലേ. അന്യ സ്ത്രീയുടെ ജനാസ അന്യ പുരുഷന്മാര് കണ്ടുകൂടാ, അത് മുസ്ലിങ്ങളും കണ്ടുകൂടാ, അമുസ്ലിങ്ങളും കണ്ടുകൂടാ. ഞാൻ ഒരു സ്ഥലത്തൊരു മയ്യത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ട് സ്വാലിഹത്തായി ജീവിച്ച ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. എന്തൊരു മതമാണ് നമ്മുടെ കയ്യിലുള്ളത്? അള്ളാഹുവിനെ പേടിയില്ലേ? മരിക്കണമെന്ന ബോധമില്ലേ? മരിച്ച വീട് പാർട്ടി വളർത്താനുള്ളതാണോ? അല്ല. അവര് വീട്ടിൽ വന്നോട്ടെ, നമ്മോട് ക്ഷേമം അന്വേഷിച്ചോട്ടെ, മുറ്റത്തിരുന്നോട്ടെ, സഹകരിച്ചോട്ടെ. പക്ഷേ അന്യപുരുഷന്റെ ജനാസ അന്യ സ്ത്രീയോ, അന്യ സ്ത്രീയുടെ ജനാസ അന്യപുരുഷനോ കണ്ടുകൂടാ. ജനാപത്തുകാര് അടുത്തു വരുന്നത് മയ്യത്തിന് നല്ലതല്ല. അശുദ്ധിയുള്ളവരടുത്തു വരുന്നത് മയ്യത്തിന് നല്ലതല്ല. സക്കറാത്തിന്റെ ഘട്ടം കണ്ടാൽ അത്തരം ആളുകൾ മാറി നിൽക്കണേ. മലായിക്കത്തിന് നല്ല നിലക്ക് വരാനാണേ. ഇതുപോലും നമ്മുടെ ജനസാമാന്യത്തിന് ബോധമില്ല. എല്ലാരെയും വിളിച്ചു വരുമ്പോ ജനാപത്തുകാരല്ലേ ഈ വരുന്നത്? റഹ്മത്തിന്റെ മലക്കല്ലേ എൻ്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ വരേണ്ടത്, എൻ്റെ ഉമ്മാന്റെ ജനാസയുടെ അടുക്കൽ വരേണ്ടത്, എൻ്റെ ഉപ്പാന്റെ ജനാസയുടെ അടുക്കൽ വരേണ്ടത്. അവിടെ ജനാപത്തുകാരെയും അശുദ്ധിക്കാരെയും ഒക്കെ വിളിച്ച് കയറ്റിയാൽ മലക്കുകൾ അവിടെ താമസിക്കുമോ? മലക്ക് വരാനാണ് ഖുർആൻ ഓതുന്നത്. മലക്കിന് സന്തോഷമാകാനാണ് അവിടെ സുഗന്ധം പൂശുന്നത്. അതുകൊണ്ട് മലക്കുകൾക്ക് വരാൻ പറ്റുന്ന നല്ല സാഹചര്യം അവിടെ ഉണ്ടാകണം. തതനസ്സലു അലൈഹിമുൽ മലായിക, മുഅ്മിനീങ്ങളുടെ മരണസമയത്ത് മലക്കുകൾ അവതരിക്കുന്നതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാകണം. നമ്മുടെ വീടുകളിലുള്ള ജനാസകൾ ദീനിയായി കൈകാര്യം ചെയ്യണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അതാ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹില്യത്തുൽ ഔലിയയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ഖ് നമ്മുടെ ഖൽബിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ഖ് അതാണ് ലോകത്തുള്ള എല്ലാ വിജയത്തിന്റെയും രഹസ്യം. എല്ലാവരെക്കാളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് വരെ ഈമാനല്ല. ജല്ല ജലാലായ റബ്ബിന്റെ പ്രീതി വേണോ? റഹ്മത്തുൽ ലിൽ ആലമീനായ നബി തങ്ങളുടെ ഇഷ്ഖ് വേണം. അതാ ഹില്യത്തുൽ ഔലിയിൽ രേഖപ്പെടുത്തുന്നു. അബൂ ജഅഫർ അൽ ഖത്താനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലിന് പരിക്ക് പറ്റി. വമനഅതുഹു ഇല്ലതുഹു മിൻ സിയാറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സനത്തിൻ മിനസ് സിനീൻ. എല്ലാ കൊല്ലവും മദീനത്ത് പോയി സിയാറത്ത് ചെയ്യുന്ന മഹാനാണ്. കാരണം എന്താണ്? ഹബീബായ നബി തങ്ങളെ സിയാറത്ത് ചെയ്താൽ വജബത്ത് ലഹു ശഫാഅത്തി, ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ അവൻ എൻ്റെ ശുപാർശയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ആ നിലയ്ക്ക് എല്ലാ കൊല്ലവും സിയാറത്തിന് പോകുന്ന മഹാനാണ്. മാത്രമല്ല, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി,
ആരെങ്കിലും ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. അങ്ങനെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വർഷം സിയാറത്തിന് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. മനഅതുഹു ഇല്ലതുഹു മിൻ സിയാറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാലിന് പരിക്ക് പറ്റിയത് കൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ വലിയ വേദനയിലാണ്. കണ്ടില്ലേ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സലാം അയക്കാറുണ്ട് നബിയേ. ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ളാ ബിഹാ ശഫതി. തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ കിട്ടിയെന്ന് തറുദുൽ ലഫായി ഫീ മനാഖിബിർ റിഫായിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്കും അത് സംഭവിച്ചിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയാണ് മഹാന്മാർ. അപ്പോൾ ഫഖറജ ബഅദു അസ്ഹാബിഹി സായിറൻ, തന്റെ കുറെ കൂട്ടുകാര് പോകുന്നുണ്ട് മദീനയിലേക്ക്, തനിക്ക് പോകാൻ പറ്റുന്നില്ല. ഫദഫഅ ഇലൈഹി റുഖഅതൻ, അപ്പോൾ കത്തെഴുതിയിട്ട് കൊടുത്തു, ഇത് മദീനയിൽ കൊണ്ടുപോയി ഹബീബിന്റെ ഖബറിന്റെ അടുക്കൽ കാണിക്കണേ. എനിക്ക് കാല് വയ്യാത്തത് കൊണ്ടാണ് വരാൻ പറ്റാത്തത്, എനിക്ക് പരിക്ക് പറ്റിയത് കൊണ്ടാണ് വരാൻ പറ്റാത്തത്. അതൊന്നെന്റെ ഹബീബിന്റെ മദീനയിൽ പോയി പറയണേ. വഫാത്തിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. എന്റെ വകയല്ല, ആരും നാളെ ആരോപണത്തിനിറങ്ങണ്ട. ഹില്യത്തുൽ ഔലിയയിലുള്ളതാണ്. ഇതിന് സമാനമായ സംഭവം ഇമാം ഖർപൂത്തി ശർഹുൽ ബുർദയിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇമാമീങ്ങൾ പലർക്കും അനുഭവമുണ്ട്, ആരും അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെ ഫദഫഅ ഇലൈഹി റുഖഅതൻ, ഒരു കത്തെഴുതിയിട്ട് കൊടുത്തു, നബിയേ, ഞാൻ എല്ലാ കൊല്ലവും മദീനത്ത് വരുന്ന ആളാണ്, ഈ കൊല്ലം വരാൻ എനിക്ക് പറ്റുന്നില്ല, കാലിന് പരിക്ക് പറ്റിയതാണ്. യാ റസൂലല്ലാഹ്. അങ്ങനെ കൊണ്ടുപോയ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കത്തങ്ങ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ റഹ്മത്തുൽ ലിൽ ആലമീൻ के हश्र में माना खुले. റഹ്മത്തുൽ ആലമീനായ നബിതങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ അബാ ജഅഫർ, ഓ അബൂ ജഅഫറുൽ ഖത്താനി, വസലത്തിർ റുഖഅതു വഖദ് അദർനാക യാ അബാ ജഅഫർ. ഓ അബൂ ജഅഫറേ, നിങ്ങളുടെ കത്തെന്റെ പക്കലെത്തിയിട്ടുണ്ടേ, നിങ്ങളുടെ കാരണം ബോധിപ്പിക്കൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടേ. നിങ്ങളുടെ പരിക്ക് പറ്റിയെന്ന വാർത്തയിൽ ഞാൻ നിങ്ങളുടെ കാരണം ബോധിച്ചു പോയേ എന്ന് സ്വപ്നത്തിൽ തിരിച്ചു കിട്ടുന്നു. ഇതുപോലെ എത്ര മഹാന്മാരാണ് അബുൽ മവാഹിബ് ഷാദുലി കണ്ടിട്ടുണ്ടെന്ന് ഇമാം സൈനി ദഹ്ലാൻ. ബഹുമാനപ്പെട്ട യാഫി ഇമാം തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ജാമിഉ കറാമാത്ത്. ഇമാമുൽ അശ്അരി തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തബീനു കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥം. ഇമാമു സുയൂത്തി കണ്ടിട്ടുണ്ടെന്ന് ലആലി മഹബ്ബത്തിർ റസൂൽ എന്ന ഗ്രന്ഥം. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങളെ കണ്ടു എന്ന് മുർത്തദ സബീദിയുടെ ഇത്ഹാഫ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തബഖാത്തു ശാഫിയത്തുൽ കുബറാ. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി കണ്ടിട്ടുണ്ടെന്ന് താരീഖുൽ ഇമാം അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ ഹബീബിനെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞതായി അതാ മസാലികുൽ ഹുനഫാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട 100 മഹാന്മാരെ പറയാൻ വേറൊരു ഗ്രന്ഥം. നബി തങ്ങളെ കണ്ട ആയിരക്കണക്കിന് ആളുകളുടെ സൂചന നൽകാൻ നബ്ഹാനി തങ്ങളുടെ ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടാണ് സ്വഹീഹുൽ ബുഖാരി എഴുതിയതെന്ന് ഐനി. നബി തങ്ങളെ കണ്ടിട്ടാണ് മുസ്ലിമുൽ ഹുജ്ജാജ് തങ്ങൾ കിതാബ് എഴുതിയതെന്ന് ഇമാമുകൾ. ഇബ്നു ഹജർ അൽ ഹൈതമി
തങ്ങൾ കണ്ടിട്ടുണ്ടെന്നതാ എഴുതുന്നു അയിമ്മത്ത്. ഇതുപോലെ എല്ലാ ഇമാമിങ്ങളും ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ടുണ്ടേ. ഞാനീ പറഞ്ഞതെല്ലാം ഇമാമിങ്ങളുടെ സംഭവമാണ്, പറഞ്ഞ ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ഇമാമുകൾ കണ്ട സംഭവങ്ങൾ കേൾക്കുമ്പോ സാധാരണക്കാരെ, എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ മജ്‌ലിസിൽ സാധുവായ എനിക്ക് കിട്ടേണ്ടത്, നിങ്ങൾക്കും ലഭിക്കേണ്ടത് ഹബീബിനോടുള്ള പ്രേമമാണ്. ഒരു തവണയെങ്കിലും ഹബീബായ നബി തങ്ങളെ കാണാൻ, അവസാനം അവിടുത്തെ കണ്ടു മരിക്കാൻ അദീമായ റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. ഹബീബായ നബി തങ്ങളെ കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നിയോഗം നൽകണം അല്ലാഹ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാ ലിമൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി.